ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സെൻഡ് ചെയ്തെന്നാണ്. ആളുടെ പേര് വന്നിട്ട് ജിസിയ നാസർ എന്നാണ്. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഗിഫ്റ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡാണല്ലോ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നോക്കുന്നത്. ഹസ്ബൻഡും സംസാരിച്ചിട്ടാന്ന് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ്. അപ്പോൾ ഹസ്ബൻഡിനോട് കുട്ടി അഡ്രസ്സൊക്കെ ചോദിച്ച് അഡ്രസ്സ് മേടിച്ച് ചേച്ചിയുടെ അടുത്ത് പറയണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം ഇന്നലെയാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ആൾക്ക് കയ്യിൽ കിട്ടിയിട്ട് ആൾ ആ കുട്ടീനെ വിളിച്ച് കൺഫേം ചെയ്തു, ഇത് കുട്ടി അയച്ചത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. അതിന് ശേഷം എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി അയച്ചതാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ കുട്ടീനെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ ചാറ്റൊക്കെ ചെയ്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പം എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാം. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ക്രീമൊക്കെ കാണിച്ചിരുന്നു. എന്തിനാണല്ലോ അത് എങ്ങനെ ഉപയോഗിക്കാന്നൊക്കെ കുറേ പേർക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റ് ആവാൻ നമ്മുടെ വീട്ടിൽ നമുക്ക് രാത്രി ചെയ്യാൻ പറ്റുന്ന നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടോ നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഒരു നൈറ്റ് സ്കിൻ കെയർ, അതായത് കംപ്ലീറ്റ് നൈറ്റ് സ്കിൻ കെയർ. അപ്പൊ ഞാനിപ്പോ മേക്കപ്പ് കിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു നമുക്ക് ഫോട്ടോഷൂട്ട് പോലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാനിപ്പോ വിചാരിച്ചു ഓൾറെഡി നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ മേക്കപ്പ് എന്ന് പ്രത്യേകിച്ച് ഒന്ന് ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയിട്ടുണ്ട്, പിന്നെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു നൈറ്റ് സ്കിൻ കെയർ ചെയ്തു തുടങ്ങാം. നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് റോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വരും, അതെന്തായാലും എനേബിൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഡെയിലി നമ്മൾ നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ ക്ലെൻസിങ് ചെയ്യുന്ന നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും പറയുന്നില്ല കേട്ടോ. ഓയിലി സ്കിന്നുകാരൊക്കെ ജസ്റ്റ് ക്ലെൻസർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ഫേസ് വാഷ് പൗഡർ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കണ്ണെഴുതുമ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഫേസ് വാഷ് പൗഡർ ഇട്ടിട്ട് അതൊക്കെ പോവില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കടുകെണ്ണയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഏതെണ്ണ വേണം, ചിലപ്പോൾ ഞാൻ ഇത് എടുക്കില്ല കേട്ടോ, ദിനേശ്വരി എടുക്കും, ചിലപ്പോൾ സാധാരണ കോക്കനട്ട് ഓയിൽ എടുക്കും മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ എടുക്കുക, കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ആക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓയിൽ ഇട്ടിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് മേക്കപ്പ് ഇങ്ങനെ ഒന്ന് ആദ്യം തന്നെ ഫേസിലത്തെ മേക്കപ്പ് തുടച്ചെടുക്കാം. ഓയിൽ ഇട്ടിട്ട് ഇതാണ്. ഓക്കെ, ഞാൻ ചെറുതായിട്ട് കൺസീലറൊക്കെ ഉപയോഗിച്ചിരുന്നു ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ കളറ് കണ്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മേക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു ക്ലെൻസർ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. കുറേ വേണ്ട, കാരണം ഓയിലി സ്കിന്നർക്കൊക്കെ നല്ല പണി കിട്ടും നന്നായിട്ട് എണ്ണ എടുത്താൽ. അടുത്തത് വീണ്ടും മുക്കിയിട്ട് നമ്മൾ ലിപ്സിലൊന്ന് തുടച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ലിപ്സ് നമ്മൾ തുടച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കൺമഷി കളയാനുള്ള സാഹസികമായ പ്രവൃത്തിയാണ്. കണ്ണിനുള്ളിലേക്ക് പോവാതെ വേണം കളയാനായിട്ട്. ജസ്റ്റ് ഒന്ന് പയ്യെ അങ്ങനെ തുടച്ചെടുക്കാതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കുന്നവർ നമ്മുടെ കൺമഷി കളയാം. കൺമഷി മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, അതായത് കാജൽ മാത്രം, വേറെ ഐഷാഡോ അതൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അത്യാവശ്യം പോയിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചെടുക്കാം. കണ്ടില്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഐബ്രോസ് ആണ്. അപ്പം നമുക്ക് അടുത്തൊരു ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഐബ്രോ ഒന്നിങ്ങനെ
തുടച്ചെടുക്കാം. കണ്ടില്ലേ, ഐബ്രോസ് ഞാൻ എന്താ പറയുക ഷേപ്പ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി തുടയ്ക്കാം. അതിൻ്റെ ക്ലീൻ ആയിട്ടുള്ളൊരു ഭാഗം എടുക്കാം. എന്താ കണ്ടോ, എല്ലാം നമ്മൾ റിമൂവ് ആക്കി. ഇപ്പോൾ ഒരു ഡള്ളായ പോലെ ഉണ്ടാവും, കാരണം ഓയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഡൾനെസ് പോലെ ഫീൽ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെടുക്കുന്ന 2 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കിയിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മളപ്പോൾ വവ്വിൻ്റെ പ്രോഡക്റ്റ് കാണിച്ചതാണോ ഇതാണോ നല്ലതെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് പ്രോഡക്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു നൈറ്റ് സ്കിൻ കെയർ ഉപയോഗിക്കാം. ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. ഈ ഒരു നൈറ്റ് സ്കിൻ കെയർ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഓറഞ്ച് പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങാടി കടകളിലും ഒട്ടുമിക്ക ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടി എടുക്കാം. നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് അതെടുക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ മഴ ആയതുകൊണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് നെല്ലിക്കാപ്പൊടി എടുക്കാം. ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഓറഞ്ചിൻ്റെ പൊടി ഇടുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ ഫേസ് വാഷ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് അതിലേക്ക് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ തൈര് സ്യൂട്ടല്ലാത്തവർ നിങ്ങൾക്ക് ഏതാണോ, പാലാണോ പൊട്ടറ്റോ ജ്യൂസാണോ സ്യൂട്ട് എന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഫേസ് വാഷ് നമ്മൾ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു വിറ്റമിൻ സിയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ ഒരു ക്ലെൻസർ കാണിച്ചു കേട്ടോ. അപ്പോൾ നല്ലതാണ്. അങ്ങനെ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് രാത്രി വിറ്റമിൻ സി ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഫേസ് ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ നമ്മളൊരു സ്കിൻ കെയർ മാത്രമാണ് ചെയ്യുന്നത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ഫേസ് വാഷ് പൗഡർ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഓറഞ്ച് പൗഡർ എന്നൊക്കെ പറയുമ്പോൾ ഫേസിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് പോവും. അതുപോലെ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. തൈരാണെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും അഴുക്കുകളൊക്കെ പോഴ്സിലത്തേക്ക് നന്നായിട്ട് പോയിട്ട് നല്ല ക്ലീനാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ ഓറഞ്ചിൻ്റെ പൊടിയും തൈരും എടുത്തത്. നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടി അല്ലെങ്കിൽ ഓറഞ്ച് ഉണക്കി പൊടിച്ചതോ എടുക്കാം കേട്ടോ. തൈരിന് പകരം നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൈറ്റ് ആദ്യം നമ്മൾ ഫേസ് ഒന്ന് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുക, അതിന് ശേഷം ക്ലെൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്രീമാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് പാക്ക് ഇടാനാണ്. പാക്ക് പോലെ, അതായത് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ ഫേസിൽ നമ്മളൊരു പാക്ക് ഇട്ടാനൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ലേ, കുറേ അധികം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കില്ല പാക്ക് പോലെ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വിറ്റമിൻ സിയുടെ നമുക്ക് മറ്റൊരു പൗഡറായിട്ടുള്ള നെല്ലിക്ക പൊടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി ഫ്രിഡ്ജ് ഇല്ലാത്തവരുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വേണ്ട, നെല്ലിക്കാപ്പൊടി തന്നെ എടുത്താൽ മതി. റോസ് വാട്ടറിലോ തൈരിലോ നമുക്ക് സ്കിന്നിന് ഏത് മിക്സിംഗ് ആണ് സ്യൂട്ട് ആവുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് നെല്ലിക്ക പൗഡർ ഇട്ടാൽ മതി. അപ്പോൾ നെല്ലിക്കാപ്പൊടി ഇല്ലാത്തവർക്ക്, അതായത് പുറത്തുള്ളവർക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രാത്രി നമ്മൾ ഡെയിലി ഇടാം കേട്ടോ. നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്നതാണ്. അതേപോലെ ഇത് എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആവും, കാരണം അതിൽ എണ്ണയൊന്നുമില്ല. പക്ഷേ നമ്മളൊന്ന് കഴുത്തിൽ ഇട്ട് നോക്കിയിട്ട് പാച്ച് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അലർജി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിലിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യാം. ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഈ ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടി തന്നെ എടുക്കാം. നെല്ലിക്കാപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്ത് ഫേസിലിടാം. കുറേ പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓൾറെഡി മുൻപേ പറഞ്ഞിട്ടുണ്ട് വിറ്റമിൻ സി നെല്ലിക്കാപ്പൊടി വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് ജ്യൂസ് അടിച്ചിടാം, അല്ലെങ്കിൽ ഇതുപോലെ പാക്കായിട്ട് ഇടാം. അപ്പോൾ ഇത് പുറത്തുള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ അതാണ് ഞാനിത് നൈറ്റ് മാത്രമേ ഇടുള്ളൂ കേട്ടോ, കാരണം വിറ്റമിൻ സി ആണ്. ഫേസിലിടുമ്പോൾ നമുക്കൊരു യെല്ലോ ഇഷ്യൂ പോലെ, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് അബ്സോർബ് ആയിട്ട് കൂട്ടോ. നമുക്കിങ്ങനെ ഒരു ക്രീം ഇട്ടിട്ട് നിൽക്കാണെന്ന് തോന്നില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയുന്നില്ല ക്രീം ഇട്ടുണ്ടോ എന്ന് ഇട്ടുണ്ടോ. അപ്പോൾ നമുക്കൊരു പാക്കുമായി നല്ല ഗ്ലോയിങ്ങും നിറവും പാടുകളൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അങ്ങനെ അധികം അങ്ങോട്ട് അറിയില്ല, ഒരു പാക്ക് ഇട്ട് നിൽക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല കേട്ടോ. പറ്റുന്നവർ ഈ ഒരു കാര്യം ട്രൈ ചെയ്യുക. പിന്നെ നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക.
പുറത്തുള്ളവർക്ക് നെല്ലിക്കാപ്പൊടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ അവർ ഇത് മാത്രം ഇട്ടാൽ മതി. നാട്ടിലുള്ളവരാണെങ്കിൽ നെല്ലിക്കാപ്പൊടി കൂടി ഇടുന്ന നല്ലതാണ്. അപ്പോൾ മടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ പാക്കൊക്കെ മിക്സ് ചെയ്യാൻ നേരമില്ല, സമയമില്ല, അതിന് മടിയാണെന്നുള്ളവർക്ക് ഇത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഫേസിലിടുക. പിന്നെ ഇത് പുറത്ത് വെക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കിയോ കേട്ടോ. ഞാനിത് പുറത്ത് വെച്ച് നോക്കിയിട്ടില്ല, കാരണം ഇതിൻ്റെ റിസൾട്ട് കിടുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കേടാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാറ്. പുറത്ത് വെച്ച് കേടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉണ്ടാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ച് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് വലിഞ്ഞിട്ട് കാണാം. ക്രീം നമ്മുടെ ഫേസിലിട്ടത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നല്ല ചീക്സിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഷൈനിങ്, നെറ്റിയുടെ അവിടെയൊക്കെ നെക്കിലും ഒക്കെ ഷൈനിങ് ഉണ്ടിട്ടാണ്. അപ്പോൾ ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഫേസിനും നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത കെയറിങ് ആയിട്ടുള്ള, അതായത് സ്കിൻ കെയറിനുള്ള സ്റ്റെപ്പുകൾ, അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ക്ലൻസിങ് ചെയ്തു, ഇപ്പോൾ പാക്ക് ഇട്ടു. ഇനി നമ്മൾ അടുത്തത് കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് അബ്സോർബ് ആയിട്ടാണ്. നെറ്റിമീന്ന് ഒരു സംഭവം ഇല്ല, കണ്ട ഒന്നും കാണാനൊന്നുമില്ല, അബ്സോർബായി പോയി. പക്ഷെ ചെറുതായിട്ട് ഒട്ടലുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഞാൻ ഏകദേശം ഒന്ന് ഉണങ്ങിയപ്പോൾ വന്നതാണ്. അപ്പം നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. അപ്പം നമുക്കിത് കഴുകിയിട്ട് വരാം. ഇവിടെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് നെക്കൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ. അപ്പം നമുക്കിനി തുടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയി, അതേപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ. നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി ഇടുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വരുന്നുണ്ട്. അതേപോലെ എല്ലാ സ്റ്റെപ്പും ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല, എല്ലാ സ്റ്റെപ്പും ചെയ്യണം, അത്യാവശ്യം സ്റ്റെപ്പുകൾ ചെയ്യണം. എന്നാലാണ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഒക്കെ നമ്മൾ നൈറ്റും കൂടി ചെയ്താലാണ് നല്ലത്. നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നന്നായിട്ട് ബെറ്റർ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു ഇത് എല്ലാ സ്റ്റെപ്പും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോയിങ് കൂടി വരും കേട്ടോ. നമ്മൾ കണ്ടില്ലേ ഇവിടെ ചീക്സിൻ്റെ അവിടെ ഇങ്ങനെ ഗ്ലോയിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി അടുത്തത് നമ്മളൊരു ടോണർ ഉണ്ടാക്കുകയാണ്, അതായത് വിറ്റമിൻ സിയുടെ ടോണറാണ്. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഈ ഒരു ടോണർ ഉണ്ടാക്കാനായിട്ട് 2 പച്ച നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 എണ്ണം. അപ്പോൾ ഈ നെല്ലിക്ക എല്ലാവർക്കും കിട്ടില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്കാപ്പൊടി 2 സ്പൂൺ എടുക്കുക. എന്നിട്ട് നിങ്ങൾ വേണ്ടത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ച് നന്നായിട്ട് ചൂടാറുമ്പോൾ അത് അരിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ടോണർ പോലെ അടിക്കാം. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ നെല്ലിക്ക ജ്യൂസ് എടുത്തിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ടോണറായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഫ്രഷ് നെല്ലിക്ക ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഈ ഒരു ടോണർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നെല്ലിക്ക പൗഡറാണ് എടുത്തിട്ട് ഇതുപോലെ ടോണർ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണർ. അത് കണ്ടില്ലേ, നല്ല ഗ്ലോയിങ് ഒക്കെ കിട്ടാനും വിറ്റമിൻ സി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതല്ലേ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ടോണറായിട്ട്. അപ്പോൾ നമ്മൾ ടോണർ ഉണ്ടാക്കുന്നത് കണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതാണ്ടില്ല ഇതാ. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, നമ്മൾ നെല്ലിക്കപ്പൊടി ഇട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫേസിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്ലൻസിങ് കഴിഞ്ഞു, മാസ്ക് കഴിഞ്ഞു, അടുത്ത് നമ്മൾ ടോണറാണ്. ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം, കാരണം റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ആക്കിയ കാരണം. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു റിഫ്രഷിംഗ് ഒക്കെ കിട്ടാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നെല്ലിക്ക പൗഡർ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഊറ്റിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കാം, റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് അധികം പുറത്ത് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഇതിപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള നെല്ലിക്ക ഇട്ടതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കായിരിക്കും നല്ലത്. നമ്മൾ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട. അപ്പോൾ ഫ്രിഡ്ജില്ലാത്തവർക്കും അതും അങ്ങനെ ഉപയോഗിക്കാം, പൊടി കേട്ടോ. പിന്നെ നമുക്ക് നെക്കിലും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതടിക്കുമ്പോൾ നല്ല ഗ്ലോയിങ് ഉണ്ട് കേട്ടോ. കാരണം നെല്ലിക്കായി തന്നെ കണ്ണിലാവണ്ട, കണ്ണിലായി കഴിഞ്ഞാൽ നമുക്ക് നീറ്റൽ എടുക്കും വേണ്ട അങ്ങനെ. ഇപ്പോൾ ഫേസിലാണെങ്കിലും നമുക്ക് ഗ്ലോയിങ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പാർട്ട് ഡ്രൈ ആവുന്ന വരെ, എന്നിട്ട് നമുക്ക് വരാം. ഏകദേശം നമ്മുടെ ടോണർ അടിച്ചു കൊടുത്തത് നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. അപ്പം അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അണ്ടർ ഐ ക്രീമാണ്. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. അതാ, ഇതാണ് നമ്മുടെ അണ്ടർ ഐ ക്രീം. ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ,
നമ്മൾ ടോണർ അടിച്ചതിന് ശേഷം അണ്ടർ ഐ ക്രീം ഇട്ട് കൊടുക്കുക. കാരണം കണ്ണിൻ്റെ അടിയിൽ ഏത് ബ്രൈറ്റനിങ് ക്രീമൊക്കെ ഇടുന്നതിനേക്കാൾ നല്ലത് ഒരു അണ്ടർ ഐ ക്രീം ഇട്ട് കൊടുക്കുന്നതാണ്. കണ്ണിടയിൽ കറുപ്പ് വരാതിരിക്കാനും. കാരണം നമ്മൾ ചിലപ്പോൾ ക്രീമിൻ്റെ ഒക്കെ റിയാക്ഷൻ ഉണ്ടല്ലോ, ചിലർ കണ്ടിട്ടില്ലേ വൈറ്റനിങ് ക്രീമൊക്കെ കണ്ണിൻ്റെ അടിയിലും കൂടി ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഈ ക്രീമൊക്കെ നമ്മൾ നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിയായിരിക്കും ആദ്യം കറുത്ത് കരിക്കട്ട പോലെയാവുക. അപ്പം നമ്മൾ പരമാവധി ബ്രൈറ്റനിങ് ക്രീമുകൾ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇടാതിരിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫിംഗർ വെച്ചിട്ടൊന്ന് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറമാണ്. അപ്പോൾ സിറത്തിന് എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വിറ്റമിൻ സിയുടെ വൗവിൻ്റെ സിറാണ്. ഇതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, കണ്ടില്ലേ? താഴെ വീണിട്ട് അതായത് ഈ സംഭവമല്ലേ, ഇതിങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് അത് കുത്തിയിട്ടാണ് വീണത്. അപ്പോൾ അതാ കണ്ടോ? പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഇരുന്നു നേരെ വന്നിട്ട്. അപ്പോൾ താഴെ വീണിട്ട് ഈ ടോപ്പ് ഊരിപ്പോയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതിൽ പോയില്ല, അറിയില്ല, അതായത് ഇതിലത്തെ കംപ്ലീറ്റ് വിറ്റമിൻ സിറം പുറത്തേക്ക് പോയില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ പഴയ വിറ്റമിൻ സി സിറത്തിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ, ഞാൻ പറഞ്ഞില്ലേ, ക്യൂർപ്പതിയുടെ. ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ഇതാണ് കേട്ടോ, വൗവിൻ്റെ ആണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്, ഞാൻ ബോട്ടിൽ ഉപയോഗിച്ചു. ഇതിലേക്ക് ഇതങ്ങനെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കാണാൻ പറ്റില്ലെന്ന് തോന്നണല്ലേ, പക്ഷേ എനിക്കിത് വീണ്ടും വാങ്ങിക്കണം. വൗവിൻ്റെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറച്ചുള്ളോട്ടാക്കുക, ബാക്കിയൊക്കെ താഴെ പോയി. എന്താ ചെയ്യുക, എന്തോ എടുത്തതാണ്. അപ്പോൾ ഇത് കൈതട്ടി താഴെ വീണു. അപ്പോൾ ഇത് നമുക്ക് അടുത്തത് നമ്മൾ സിറമാണ് ഇടുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് എടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ടോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇറക്കാം. അപ്പോൾ കുറേ പേര് ചോദിച്ചു മാമ എർത്ത് ആണോ നല്ലത്, വിറ്റമിൻ സി സിറം ഇതാണോ? മാമ എർത്ത് എന്ന് പറയുമ്പോൾ അതിൽ മഞ്ഞളിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ലതായിരുന്നു. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പേടിയുണ്ട്, കാരണം അതിൽ മഞ്ഞളുള്ള കാരണം ഞങ്ങൾക്കത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ വേറൊരു സിറം പരിചയപ്പെടുത്തണം. അപ്പോഴാണ് ഞാൻ വൗവിൻ്റെ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ വൗവിൻ്റെ നല്ലതായിട്ടെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് ഈ വൗവിൻ്റെ സിറം ഇട്ടുകൊണ്ട് മാത്രമല്ല, നമ്മുടെ സ്കിൻ കെയർ ആണ് നമുക്ക് ഈ ഗ്ലോയിങ് തരുന്നത്. കണ്ടോ, കംപ്ലീറ്റ് വിറ്റമിൻ സി ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തിരുമ്പാണ്ട് ഇങ്ങനെ ഡാബ് ചെയ്ത്. അപ്പോൾ വിറ്റമിൻ സി സിറം നമുക്ക് നിർബന്ധമില്ല, നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഡാബ് ചെയ്തിട്ട് വേണം നമ്മൾ വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ തിരുമ്മി കൊടുക്കാതെ. അപ്പോൾ അതുപോലെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ഇടയിൽ നമ്മൾ അണ്ടർ ഐ ക്രീം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇടുന്നത് മഞ്ചിഷ്ട നമ്മുടെ ക്രീം. നമ്മുടെ മഞ്ചിഷ്ടയുടെ ക്രീം കൂടി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നമ്മളിത് ഫേസിൽ ഇങ്ങനെ സിറം അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. മറന്നു പോയത് ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ചിഷ്ടയുടെ ക്രീം വളരെ നല്ലതാട്ടോ, നമ്മുടെ എല്ലാവർക്കും എല്ലാ സ്കിന്നുകാർക്കും ഇട്ട് കൊടുക്കാം. കാരണം ഇത് നമ്മൾ എണ്ണയുടെ അംശമൊന്നും ഇല്ലാത്തത് കൊണ്ടും, പിന്നെ മഞ്ചിഷ്ട അലർജി ഉള്ളവർ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബാക്കി ഇങ്ങനെ പിമ്പിള് വരുമോ എന്നുള്ള ഡൗട്ടൊന്നും അങ്ങനെ എനിക്കിങ്ങനെ തോന്നാറില്ല വരുന്നൊന്നും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എണ്ണയുടെ അംശമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും വരില്ല, പിമ്പിള് വരുന്നില്ല. എങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സിറം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ക്രീം ഇട്ടാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് അബ്സോർബ് ആവണമല്ലോ. കണ്ണിൻ്റെ ഇടയിൽ ഒന്നും ഇടണ്ട, നമ്മൾ അണ്ടർ ഐ ക്രീം മാത്രം. ഓക്കെ, അപ്പം നമ്മളിതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാവും. കുറച്ച് കഴിയുമ്പോൾ ഇത് വലിഞ്ഞ് അബ്സോർബായി പോവും. ഇപ്പോൾ ഒരു ഓയിലി എല്ലാവരും ഇങ്ങനെ ഒരു വെള്ളമുള്ള പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബായി പോവും നെക്കിലൊക്കെ. കണ്ടില്ല? അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിൻ്റെ ആ ഒരു റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണല്ലോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ മാരേജിനൊക്കെ ഒരുങ്ങുന്നവരും ഒരു സ്കിൻ കെയറിനൊരു ചേഞ്ചൊക്കെ വേണമെന്നുള്ളവരും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ലിപ്പിൽ
ലിപ് ബാം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലിപ് ലൈറ്റനിങ് ഓയിൽ ഇടുക. ഐബ്രോ നമ്മുടെ എന്താ പറയുക കണ്ണെഴുതാൻ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കൺമഷി അതൊക്കെ എടുക്കാൻ നേരത്തെ കുറച്ച് മുമ്പ് ചെയ്താൽ മതി. പിന്നെ ഐബ്രോസിൽ നമ്മൾ കടുക്കയുടെ എണ്ണ ഉണ്ടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക. പിന്നെ അത് ഈ ഭാഗങ്ങളിൽ വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ ബേബി ഹെയർ ഒക്കെ വരുന്നിടത്ത് ഞാനിങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.